ഹായ് ഫ്രണ്ട്സ്, അൽഹിയ വ്ളോഗ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനെ കുറിച്ചിട്ടാണ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ നമുക്കത് എക്സസൈസിലൂടെ പരിഹരിക്കാം, അത് മെയിൻറ്റെയിൻ ചെയ്യാമെന്നതിനെ കുറിച്ചിട്ടാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്താണെന്ന് വെച്ചാൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണിത്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് തന്നെയുള്ള സെൽസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു പ്രവണതയിലേക്ക് മാറുന്ന ഒരു കണ്ടീഷനാണ്. അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫുള്ളി ക്യൂറബിൾ ആക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. അന്നേരം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ അതായത് ഈ രോഗലക്ഷണത്തിനെ നമുക്ക് തടഞ്ഞു നിർത്താം. അതായത് ഇനി ഇതിൻ്റെ ഈ റുമറ്റോയ്ഡ് ഫാക്ടർ കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പരിധി വരെ എക്സസൈസിലൂടെയും പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസിലൂടെയും നമുക്ക് ഇത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താമെന്നുള്ളതാണ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വന്നതിന് ശേഷം ഒരുപാട് വ്യക്തികൾ പല സ്ഥലങ്ങളിലും പോയി പല മെഡിസിൻ വാങ്ങിച്ച് കഴിക്കുകയും എന്നാൽ എക്സസൈസ് ചെയ്യാതിരിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. സിവിയർ കേസിൽ അവരുടെ കൈയും കാലും ഒക്കെ ഡിഫോമിറ്റിയിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. അന്നേരം അങ്ങനെയൊന്നും ചെയ്യാതെ കറക്റ്റായിട്ടുള്ള രീതിയിൽ മെഡിസിൻ കഴിച്ച് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൻ്റെ കോസസ് എന്തൊക്കെയാണ്? റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ DNA വേരിയേഷൻ, അതായത് ജനറ്റിക് വേരിയേഷൻ സംഭവിക്കാം. അങ്ങനെയും വരാം. നമ്മൾക്ക് RA ഫാക്ടർ കൂടാനുള്ള ചാൻസ് അങ്ങനെയുണ്ട്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വൈറൽ ഇൻഫെക്ഷൻ വരികയോ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരികയും ചെയ്യുക. അങ്ങനെയും നമുക്ക് റുമറ്റോയ്ഡ് ഫാക്ടർ കൂടാം. പിന്നീട് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലേഡീസിനുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ്, 70% ലേഡീസിനും ഹോർമോണൽ ചേഞ്ചസ് വഴി ഈ റുമറ്റോയ്ഡ് ഫാക്ടർ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നീട് സ്ട്രെസ്സ് ഫാക്ടർ, ഫിസിക്കൽ സ്ട്രെസ് ആകട്ടെ മെൻ്റൽ സ്ട്രെസ് ആകട്ടെ, അങ്ങനെയും വരാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവിറോൺമെൻറ്റൽ ഫാക്ടർ, അതായത് എയർ പൊല്യൂഷൻ, സ്മോക്കിംഗ്, ഇൻഡസ്ട്രിയൽ ഏരിയയിൽ. അടുത്ത ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒക്കുപേഷണൽ എക്സ്പോഷറാണ്. അതായത് മിനറൽ ഓയിൽസ്, സിലിക്ക അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വരാറുണ്ട്. അതിനുശേഷം ഒബീസിറ്റിയാണ് അടുത്തത്. ഒബീസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55 വയസ്സിന് ശേഷമുള്ള ഒരുപാട് സ്ത്രീകളിലും റുമറ്റോയ്ഡ് ഫാക്ടർ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ സിംറ്റംസ് ഇനി അടുത്ത് എന്തൊക്കെയാണെന്നാണ് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത്. സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ജോയിൻറ്റിന് പെയിന്, സ്വെല്ലിങ് എന്തെങ്കിലുമൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പം വരാനുള്ള ചാൻസ് ഉണ്ട്. അന്നേരം അതാണ് ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത്. സെക്കൻഡ് സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗിൽ സ്റ്റിഫ്നെസ് കൂടുതൽ, എല്ലാ ജോയിൻറ്റിനും ഒരു 30 മിനിറ്റത്തേക്ക് സ്റ്റിഫ്നെസ് കൂടുതലായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രവണത കാണുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലും റുമറ്റോയ്ഡ് ഫാക്ടർ കൂടാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻറ്റിൽ പെയിൻ, അതായത് മൾട്ടിപ്പിൾ ജോയിൻറ്റിന് പെയിൻ വരിക. ഒരു 6 മാസത്തിൽ കൂടുതലായിട്ട് മൾട്ടിപ്പിൾ ജോയിൻറ്റിന് പെയിൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും റുമറ്റോയ്ഡ് ഫാക്ടർ ഒന്ന് ചെക്ക് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ ഇത് വന്നതിന് ശേഷം കറക്റ്റായിട്ട് മെഡിസിൻ കറക്റ്റായിട്ടുള്ള രീതിയിൽ കറക്റ്റ് സമയത്ത് നമ്മൾ കഴിക്കാനുള്ള പ്രവണത കാണിക്കുക. അതിനോടൊപ്പം തന്നെ എക്സസൈസ് ചെയ്യുവാനുള്ള രീതിയും ഞാനിവിടെ പറഞ്ഞു തരാം. അതേപോലെ നിങ്ങൾ കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യുകയും കറക്റ്റായിട്ടുള്ള രീതിയിൽ മെഡിസിൻ എടുക്കുകയും ചെയ്യുക. ഇനി എക്സസൈസ് എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. എക്സസൈസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ സൺറൈസിൻ്റെ സമയത്തും വൈകിട്ട് സൺസെറ്റിൻ്റെ സമയത്തും ആണ് നമുക്ക് എക്സസൈസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളുടെ ഈ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് എക്സ്പോസ് ചെയ്ത് വെക്കുക ലേഡീസ് ആണെങ്കിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് നീയുടെ താഴെയുള്ള ഭാഗവും എക്സ്പോസ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അടുത്ത എക്സസൈസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അന്നേരം അവർക്ക് വേണ്ടിയിട്ട് ബ്രീത്തിങ് എക്സസൈസും ചെയ്യേണ്ടതാണ്. ബ്രീത്തിങ് എക്സസൈസ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതായത് മൂക്കിലൂടെ നല്ല രീതിയിൽ ശ്വാസം വലിച്ചെടുക്കുക, വായിൽ കൂടെ വിടുക. ഇതാണ് ചെയ്യേണ്ടത്. അടുത്ത എക്സസൈസ് നമ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 20 റെപ്പിറ്റേഷനാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് പോലെ ഷോൾഡറിൻ്റെ മൂവ്മെൻറ്റ്, കൈയുടെ അതായത് വിരലിൻ്റെ മൂവ്മെൻറ്റും എല്ലാമാണ് നമുക്ക്
കറക്റ്റായിട്ട് ചെയ്യേണ്ടത്. അന്നേരം ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സമയം ലാഭിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ജോയിൻറ്റും ഇതിൽ വർക്കാകുന്നുണ്ട്. അതായത് നമ്മളിപ്പം ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് അതായത് ഇങ്ങനെ നമസ്തേ പൊസിഷനിലോട്ട് കൊണ്ടുവരിക, അതിനുശേഷം തിരിച്ച് നേരെ കൈ അകത്തേക്ക് കൊണ്ടുവരിക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് എക്സസൈസ് ആയിട്ടുള്ള ഒരു മാതൃക. ഇങ്ങനെ നമസ്തേ പൊസിഷനിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം നേരെ കൈ അകത്തേട്ട് വലിക്കുക. ഈ കൈയുടെ മൂവ്മെൻറ്റും ഈ ജോയിൻറ്റ് മൂവ്മെൻറ്റ് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് പെട്ടെന്ന് നമുക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സമയം ലാഭിക്കാം. അതായത് ഒരു പർട്ടിക്കുലർ സമയത്തിൽ നമുക്കിതെല്ലാം ചെയ്ത് തീർക്കാനും പറ്റും. അങ്ങനെയുള്ള രീതിയാണ്. ഇപ്പം ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. കറക്റ്റ് കൈ ഇങ്ങനെ വെച്ചതിന് ശേഷം ഫിംഗർ നേരെ മുകളിലോട്ട് പൊക്കുക. അതിനുശേഷം നമസ്തേ പൊസിഷനിലോട്ട് കൊണ്ടുവന്ന് നേരെ തിരിക്കുക. കൈ നേരെ തിരിച്ച് അതിന് ശേഷം നേരെ മടക്കി വീണ്ടും കൊണ്ടുവരിക. അടുത്ത ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ കോർഡിനേഷനാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെയിൻ റിലീഫ്, സ്വെല്ലിങ് റിലീസൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ എക്സസൈസും ഇതേ മോഡൽ തന്നെയാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ്. അതായത് ജസ്റ്റ് ആ ഫിംഗർ 2 ഫിംഗറിലോട്ടും നേരെ ടച്ച് ചെയ്തതിന് ശേഷം അങ്ങനെ ഇതാക്കുക. അടുത്ത മൂന്നാമത്തെ എക്സസൈസ് ഇത് 10 റിപ്പിറ്റേഷനാണ് നമുക്ക് ചെയ്യേണ്ടത്. സ്ട്രെച്ചിങ് ആണ്. ഈ സ്ട്രെച്ചിങ് അക്യൂട്ട് ഫേസ്, അതായത് നമുക്ക് ആദ്യത്തെ തുടക്കത്തിൽ നമ്മളുടെ ശരീരത്തിൽ ചെറുതായിട്ട് സ്റ്റിഫ്നെസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അന്നേരം അവർക്ക് ഈ ഒരു സ്ട്രെച്ചിങ് മെത്തേഡ് ഉപയോഗിച്ച് അവരുടെ ആ ഒരു സ്റ്റിഫ്നെസ് മാറ്റാനും വേണ്ടിയിട്ട് കഴിയുന്നതാണ്. ഇതേ മോഡൽ ചെയ്യുക. അടുത്ത 4ാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോൾഡർ സ്ട്രെച്ചിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇത് 20 റിപ്പിറ്റേഷനാണ് ചെയ്യേണ്ടത്. അടുത്ത 5ാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡർ റൊട്ടേഷൻ. ഇതും 20 റിപ്പിറ്റേഷനാണ്. അടുത്തത് 6ാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിംഗ് ഇൻ സ്പൈനൽ റൊട്ടേഷൻ. അതായത് സ്പൈനെ ഇങ്ങനെ പെതുക്കെ റൊട്ടേറ്റ് ചെയ്യുക. ഈ ഇരിക്കുന്ന പൊസിഷനിൽ വെച്ചതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ശ്വാസം വലിച്ച് വിട്ടതിന് ശേഷം ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മൂവ്മെൻറ്റ് ചെയ്യുക. അന്നേരം നമ്മളുടെ പെഡലി കറക്റ്റ് ആ മൂവ്മെൻറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോവുക. ഇത് നമ്മളുടെ വെർട്ടിബ്രയുടെ കറക്റ്റ് ആ ഒരു റൊട്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. കാരണം റുമറ്റോയിഡ് ഫാക്ടർ ഉണ്ടാകുന്ന വ്യക്തികൾക്ക് ചിലപ്പം ആംഗ്ലോസിങ് സ്പോണ്ടിലോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട്. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നതാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിടന്നിട്ടുള്ള എക്സസൈസാണ് ചെയ്യേണ്ടത്. ഇതിൽ നേരെ കിടക്കുക. 7ാമത്തെ എക്സസൈസാണിത്. തൊറാസിക് ഫ്ലെക്ഷൻ ആൻഡ് റൊട്ടേഷൻ എന്നാണ് ഇതിൻ്റെ പേര്. നമ്മൾ കൈ നേരെ മുകളിലേക്ക് പൊക്കിയതിന് ശേഷം നീ ഫോൾഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നീയിലോട്ട് കൈ നമ്മൾ ടച്ച് ചെയ്യുന്ന രീതിയിൽ തല മുകളിലേക്ക് പൊക്കുക. ഇതൊരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെച്ച് ചെയ്യാം. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈ നേരെ സൈഡിലേക്ക് കൊണ്ടുവരിക. ഈ കാണിക്കുന്നത് പോലെ കൈ നേരെ സൈഡിലേക്ക് കൊണ്ടുവന്ന് നേരെ ഹിപ്പ് റൊട്ടേറ്റ് ചെയ്യുക. അതായത് നീ ഒരു സൈഡിലേക്ക് കൊണ്ടുപോവുക. ഇങ്ങനെ അങ്ങോട്ട് ചെയ്യുക. ഈ എക്സസൈസും ഒരു 10 തവണ നമുക്ക് ആവർത്തിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുക. അടുത്ത 8ാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഫ്ലെക്ഷൻ ആൻഡ് എക്സ്റ്റൻഷൻ എക്സസൈസ് ആണ്. ഇത് മിനിമം 20 റിപ്പിറ്റേഷൻ ചെയ്യുക. കാലിതേപോലെ നേരെ മടക്കുക. അതിനുശേഷം നേരെ നിവർത്തുക. ഇങ്ങനെ മടക്കി നിവർത്തുക. ഇതാണ് അടുത്ത എക്സസൈസ്. അടുത്ത 9ാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ആംഗിൾ പമ്പിങ് ആൻഡ് ഫിംഗർ ഗ്രിപ്പിംഗ് മൂവ്മെൻ്റ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഇതും നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ ചെയ്യേണ്ടതാണ്. ഇതൊരു 20 to 30 റിപ്പിറ്റേഷൻ ചെയ്യാൻ കുഴപ്പമില്ല. ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്യുക. അടുത്ത 10ാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിംഫ് എലിവേഷൻ വിത്ത് റൊട്ടേഷൻ ഓഫ് ആംഗിൾ ജോയിൻറ്റ്. ഇത് 20 പ്രാവശ്യമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. കാലിൻ്റെ പാദം നേരെ റൊട്ടേറ്റ് ചെയ്യുക. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും റൊട്ടേറ്റ് ചെയ്യുക. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കാല് നേരെ പൊക്കി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ലിംഫാറ്റിക് ഡ്രെയിനേജ്, അതായത് നമ്മളുടെ കാലിലുള്ള നീരുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം സഹായിക്കുന്ന ഒരു എക്സസൈസാണ്.
ഇത് അക്യൂട്ട് കണ്ടീഷനിൽ ഏറ്റവും നല്ല ഒരു എക്സസൈസാണ്. അടുത്ത 11ാമത്തെ എക്സസൈസാണ് സ്റ്റാൻഡിങ് സൈഡ് സ്ട്രെച്ചിങ് ആൻഡ് സ്പൈനൽ റൊട്ടേഷൻ. ഇത് മിനിമം 5 തവണ മാത്രം ചെയ്താൽ മതിയാകുന്നതാണ്. നേരെ നിൽക്കുക, ഷോൾഡറിൻ്റെ ലെവലിൽ നമ്മളുടെ കാല് വെക്കുക, അതിനുശേഷം ശ്വാസം വലിച്ചെടുത്തതിന് ശേഷം വിടുക. അതിനുശേഷം ഏതെങ്കിലും ഒരു സൈഡ് നേരെ മുകളിലേക്ക് പൊക്കുക, മുകളിലേക്ക് തന്നെ നോക്കുക. അതിനുശേഷം ഇതേപോലെ നേരെ വിടുക. മുട്ടിലേക്ക് ഒരു സൈഡിലെ കൈ നേരെ മുട്ടിലേക്ക് കൊണ്ടുവരിക. ഒരെണ്ണം നേരെ തൊറാസിക് സൈഡ്, അതായത് ലാറ്റിസ്മസ് ഡോർസി എന്ന് പറയുന്ന മസിൽ നമ്മൾ സ്ട്രെച്ച് ചെയ്യുക. ഇതാണ് ഒരു എക്സസൈസ്. അതിനുശേഷം നമ്മളിങ്ങനെ നേരെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് കറക്റ്റായിട്ട് തിരിയണം. പെഡലിയും അതിനനുസരിച്ചിട്ട് തിരിക്കണം നമ്മൾ. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമല്ലാതെ ദോഷമൊന്നും സംഭവിക്കുന്നതല്ല. ഈ കറക്റ്റ് എക്സസൈസ് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പൈനിൻ്റെ റൊട്ടേഷൻ മൂവ്മെൻറ്റ് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നതാണ്. അടുത്ത എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയർ വെച്ചിട്ടുള്ള എക്സസൈസാണ്. ഇത് ചെയർ എക്സസൈസ് ആണ് പറയുന്നത്. ഇത് 12ാമത്തെ എക്സസൈസാണ്. ഈ എക്സസൈസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയർ മറിയാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ എക്സസൈസിൽ നമ്മളുടെ ബോഡി കറക്റ്റ് ഫ്ലെക്ഷൻ സ്ട്രെച്ച് ചെയ്യുന്ന ഒരു കണ്ടീഷനാണിത്. കറക്റ്റ് നമ്മളിങ്ങനെ നേരെ 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം മുട്ട് വളയാതെ കറക്റ്റ് ഈ ഭാഗം കറക്റ്റ് ഈ ലെവലിൽ തന്നെ വരിക. അതിനുശേഷം ഇങ്ങനെ 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. പെഡലി താഴോട്ട് പോകരുത്, ഒരുപാട് നേരെ തന്നെ നിൽക്കുക. ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യുക. അതിനുശേഷം ഈ ഫിംഗർ വഴി ഫിംഗറിൽ പ്രഷർ ചെയ്യുക. ഇത് ഫിംഗറിൽ അക്യൂട്ട് ഫേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫിംഗറിന് നല്ല വേദനയായിരിക്കും. അന്നേരം അവർ ഈ ഫിംഗറിലോട്ട് ഇത് ചെയ്യാതെ നേരെ ആംഗിളിൻ്റെ അതായത് നമ്മളുടെ ആ ഉപ്പൂറ്റിയുടെ ഭാഗം കറക്റ്റ് ഈ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ താഴേക്ക് കൊണ്ടുപോവുക, ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നിർത്തുക. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു എക്സസൈസാണ്. അക്യൂട്ട് സ്റ്റേജിലായാലും ശരി, മോഡറേറ്റ് സ്റ്റേജിലായാലും ശരി, സിവിയർ സ്റ്റേജിലായാലും ശരി, അവരുടെ ഫിംഗറുകൾ, അതായത് വിരലുകൾക്ക് ചെറിയ മാറ്റങ്ങൾ, അതായത് ചേഞ്ചസ് ഒന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല ഒരു എക്സസൈസാണിത്. തീർച്ചയായിട്ടും റുമറ്റോയ്ഡ് ഫാക്ടർ ഉള്ള വ്യക്തികൾക്ക് ഇത് പ്രയോജനപ്പെടുന്ന ഒരു എക്സസൈസാണ്. ഞാനിത് ഹിന്ദിയിൽ ചെയ്ത വീഡിയോ ആണ്, അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലേക്ക് ആക്കിയതാണ്. തീർച്ചയായിട്ടും അടുത്ത ഒരു പുതിയ എക്സസൈസ് വീഡിയോയുമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഈ എക്സസൈസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് ലേണിംഗ്, കീപ് ഷെയറിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.